വിനോദ്, എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഈ ധർമ്മസ്ഥല വിഷയത്തിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? നിങ്ങൾ മനാഫിലൂടെയാണോ ധർമ്മസ്ഥലയിൽ എത്തുന്നത്? മനാഫിന് ഇതിലുള്ള താല്പര്യം എന്താണ്? നിങ്ങൾക്കുള്ള താല്പര്യം എന്താണ്? ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെന്നേ, ഇങ്ങനെ ചാടിക്കേറി സംസാരിക്കാതെ. നിങ്ങളുടെ താല്പര്യം എന്താ ഇതില്? പറഞ്ഞ മറ്റൊരു കളവ് കൂടി ഞാൻ പറയാം. ആദ്യം തന്നെ ശ്രീപത്മനാഭൻ സാറ് പറഞ്ഞ മറ്റൊരു കളവ് കൂടി ഒന്ന് പൊളിക്കട്ടെ. 2013 മുതൽ 18 വരെയാണ് സിദ്ധാരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയായത്. ജഗദീഷ് ഷെട്ടാറും ഞാൻ പറയുന്നത് BJPയുടെ DV സദാനന്ദ ഗൗഡയുമാണ് 2012 മുഖ്യമന്ത്രിയായിരുന്നത്. ആ കാലയളവിലാണ് ഈ സംഭവം നടക്കുന്നത്, സൗജന്യ കൊലക്കേസ് നടക്കുന്നത്. 2013 മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യ ഈ കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയാണ്. അതേ സിദ്ധാരാമയ്യ തന്നെയാണ് ഈ SITയും ഫംഗ്ഷൻ ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ മുഴുവൻ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് എങ്ങനെ സംഭവിച്ചു? ഈ വിഷയം പുറത്തു വന്നപ്പോൾ 1.5 മാസത്തോളം അനിൽ നമ്പ്യാർ ഉറങ്ങിയപ്പോൾ ഞാൻ ഈ വിഷയത്തെ കണ്ടത് അവിടെ ഇത്തരത്തിൽ വലിയ തോതിൽ കൊലപാതകങ്ങൾ, റേപ്പ് ഉൾപ്പെടെ നടന്നുവെന്നും അവിടേക്ക് ആ കൊല ചെയ്യപ്പെട്ട, അടക്കം ചെയ്യപ്പെട്ട ശവശരീരങ്ങളിൽ കേരള സാരി ഉടുത്ത, കേരള വേഷത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്നും ആ വിഷയം പുറം ലോകത്തെ അറിയിച്ച ചിന്നയ്യ എന്ന് പറയുന്ന മനുഷ്യൻ ഈ പറയുന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ ഇതിനെ സംബന്ധിച്ച് താല്പര്യം ജനിക്കുന്നത് സ്വാഭാവികമാണ്. ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം താല്പര്യം 1.5 മാസം ഉറക്കം നടിച്ചു കിടന്നത് അനിൽ നമ്പ്യാർ ഉറക്കം നടിച്ച് കിടന്നപ്പോൾ കേരള സാരി തപ്പിപ്പോയ വിനോദ് മേക്കോത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനി കേട്ടോ, കേരള സാരി എല്ലാവരും കൂടി തുടങ്ങിക്കോ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറല്ല. എല്ലാവരും കൂടി കേരള സാരിയുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ഈ അനന്യനെ പോലെ ഒരുപാട് കേരള സ്ത്രീകളെ ഇവര് കൂട്ടാൻ വേണ്ടിട്ട് ഒരു പ്ലാനാണത്. കേരള സാരി എന്ന് കൂട്ടിയത് എന്തിനാന്ന് പറഞ്ഞാല് അനന്യനെ പോലത്തെ ഒരുപാട് പെൺകുട്ടികൾ കേരള സാരി ഉടുത്തവർ ഉണ്ടായിരുന്നില്ലത് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണത് ഉദ്ദേശപൂർവകം കൂടിയത്. ഒരു ജഹാന്റെ കാര്യം എനിക്കറിയില്ല, ശ്രീപത്മനാഭന്റെ കാര്യം എനിക്കറിയില്ല. ഒരു മലയാളി എന്നുള്ള നിലയിൽ എനിക്ക് ആ കാര്യത്തിൽ എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം ഈ വിഷയത്തിൽ കാര്യമറിയാനുള്ള ജിജ്ഞാസയുണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചു? ഗൂഢാലോചനയുടെ അന്വേഷണം പൂർത്തിയാവട്ടെ. എന്തിനാണ് നിങ്ങൾ അതിനിടയിൽ കിടന്ന് കാര്യങ്ങൾ തീർന്നു പറഞ്ഞ ആളല്ലേ ഈ പറയുന്ന? അതിനുശേഷം നമ്മളിപ്പോ ഡിസംബറിലാണ് നിൽക്കുന്നത്. മാസത്തിൽ തന്നെ പറഞ്ഞതാണ് ഇത് കഥ കഴിഞ്ഞു. വിനോദേ, കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് എന്നോട് ചോദിച്ചത്. കേരള സാരിയാണെന്ന് പ്രത്യേകം പറയാൻ പറ്റില്ല, പക്ഷേ തെളിയാതെ കിടക്കുന്ന ഒരുപാട് കേസുകളുണ്ട്. അതിന്റെ അന്വേഷണം നിങ്ങളെ ഏൽപ്പിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണ് വിനോദ് മേക്കോത്ത് ഈ കേസിൽ കേരള സാരിയായിരുന്നു താങ്കളെ ആകർഷിച്ചത്. അപ്പൊ കേരള സാരി ഉടുത്ത പെൺകുട്ടികളെ അവിടെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഈ ചിന്നയ്യ പറഞ്ഞു. അത്തരം വില കുറഞ്ഞ കമന്റ്സ് പറയല്ല അനിൽ നമ്പ്യാരെ. കേരള സാരി ഉടുത്ത കുറെ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചുമൂടിയിട്ടുണ്ട് എന്ന് ഈ പാകൽ ആത്മീയായിട്ടുള്ള ഭ്രാന്തനായിട്ടുള്ള ഈ തിമ്മയ്യ പറഞ്ഞപ്പോ അത് വിശ്വസിച്ചുകൊണ്ട് മനാഫും കൂട്ടത്തിൽ താങ്കൾ പോകാതിരുന്നത്? ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങൾ
നടത്തരുത്. ഒരു മാധ്യമ പ്രവർത്തകൻ പ്രത്യേകിച്ച് ഒരു ചർച്ച കണ്ടക്ട് ചെയ്യുന്ന ഇത്തരം വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുത്. അവിടെ മലയാളി സ്ത്രീകളെ അടക്കം ചെയ്തിട്ടുണ്ട് എന്ന് ഒരാൾ വെളിപ്പെടുത്തുന്നു. ഒരു കോടതിയിലെ മാജിസ്ട്രേറ്റ് മുമ്പാകെ 164 റെക്കോർഡ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നവരാണ്, നിയമവാഴ്ചയുള്ളതാണ് ഈ രാജ്യം എന്ന് വിശ്വസിക്കുന്നവരാണ്. അയാൾക്ക് മാറ്റി പറയാം. ഇവിടെ നിയമ വിദ്യാഭ്യാസം നേടിയ ആളാണല്ലോ ശ്രീ പത്മനാഭൻ. പറയട്ടെ, 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത ഒരാൾ, ഈ പാകലാത്മിയായിട്ടുള്ള ഈ ഭ്രാന്തനായിട്ടുള്ള തിമ്മയ്യ ഇപ്പോഴും വിശ്വസിക്കുകയാണോ നിങ്ങൾ? തിമ്മയ്യ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസമില്ലേ? അദ്ദേഹം പറയട്ടെ. കോൺഗ്രസുകാരനായ വിനോദ്, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകം, സിദ്ധരാമയ്യ കോൺഗ്രസുകാരനാണ് മുഖ്യമന്ത്രി. അദ്ദേഹമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചത്. നോക്കൂ, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയ റിപ്പോർട്ട് താങ്കൾക്ക് വിശ്വാസമില്ലേ? താങ്കൾ ഇപ്പോഴും തിമ്മയ്യയാണോ വിശ്വസിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. താങ്കൾ ഇപ്പോഴും തിമ്മയ്യ പറഞ്ഞതിലാണോ വിശ്വസിക്കുന്നത്? താങ്കൾ ഇപ്പോഴും തിമ്മയ്യയാണോ വിശ്വസിക്കുന്നത്? ആണോ? നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിശ്വാസം ഇല്ലേ? തിമ്മയ്യയാണ്. തിമ്മയ്യ ഈ വിസിൽ ബ്ലോവർ ആണ്. ഈ വിഷയത്തെ വിസിൽ ബ്ലോവർ ആണ് തിമ്മയ്യ. ആ വിസിൽ ബ്ലോവർ ഈ വിഷയം ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇത്തരം ഒരു വിവരങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എപ്രകാരം പ്രവർത്തിച്ചു? കോടതി 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു. അതിന്റെ ഭാഗമായി SIT ഫോം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. SIT ഫോം ചെയ്തു. അതിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 114 അസ്ഥികളും ഒരു തലയോട്ടിയും ഉൾപ്പെടെ ബംഗളകുട്ടയിൽ നിന്ന് കണ്ടെത്തി. 13 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തതിൽ നിന്ന് 11 ഇടങ്ങളിൽ തലയോട്ടികളും കണ്ടെത്തി. ഇത്തരത്തിൽ 75 പേർ. പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരെ, ഈ SIT ഒരു നമ്പർ പുറത്തുവിട്ടു. ഒരു ടെലിഫോൺ നമ്പർ. വക്കീലെ, നിങ്ങളുടെ കോഴിക്കോട്ടെ ഇതുപോലെ എത്ര പേരുണ്ട്? വക്കീലെ, കോഴിക്കോട്ട് ഇതുപോലെ എത്ര പേരുണ്ട്? 75 പരാതികൾ SIT മുമ്പാകെ എത്തി. ഇത് സംബന്ധിച്ച് കേസുകൾ ഇത്തരത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കരുതുന്നവർ 75 പേർ ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് SIT-ൽ പരാതി സമർപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. ഇതെല്ലാം രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊഴി മാറ്റി പറയുന്നത് നമ്മൾ ഈ കേസിൽ ആദ്യമായിട്ട് കാണുകയാണോ? രാജ്യത്തെ പ്രമാദമായ ഏതെല്ലാം കേസുകളിൽ പണത്തിന്റെയോ മറ്റേതെങ്കിലും സ്വാധീനത്തിന്റെയോ വഴങ്ങി മൊഴി മാറ്റി പറഞ്ഞത് എത്ര നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിലുണ്ടല്ലോ സിസ്റ്റർ അഭയ കേസ്, അതുപോലെ തന്നെ പല കേസുകളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞ 164 സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കുമോ? അതിനുശേഷം അയാൾ മൊഴി മാറ്റി പറഞ്ഞത് നിലനിൽക്കുമോ എന്ന് നിയമ പാണ്ഡിത്യമുള്ള നിയമപരിജ്ഞാനമുള്ള ശ്രീ പത്മനാഭൻ സാർ പറയട്ടെ. ഏതാണ് നിയമത്തിന്റെ മുമ്പിൽ? താങ്കളൊന്ന് അനുവദിക്കാൻ പറയട്ടെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇടപെടരുത്. ഞാൻ 2 വാക്കില് 2 സെന്റൻസിൽ അവസാനിപ്പിക്കും. ഒന്ന്, ഈ ചിന്നയ്യക്കെതിരെയുള്ള ചാർജ് പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. നിങ്ങളെ പ്രോബ്ലം എന്താണ്? യു ഹാവ് ഗോട്ട് സം പ്രോബ്ലം. അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമില്ല. ഇരിക്കൂ, മിണ്ടാതിരിക്കൂ. ഞാൻ 2 വാക്കേ പറയുള്ളൂ. ചിന്നയ്യക്കെതിരെയുള്ള ചാർജ് എന്താ അറിയോ? കർണാടകത്തിലെ സീനിയർ IPS ഉദ്യോഗസ്ഥൻ നേതൃത്വം കൊടുക്കുന്ന SIT-യുടെ ചാർജ് എന്താ അറിയോ? പെർജറി എന്ന വാക്കിന്റെ അർത്ഥം അറിയോ? വ്യാജ സാക്ഷി, വ്യാജ തെളിവ് നൽകുക. അതാണ് പെർജറി. അയാൾ കോടതിയിൽ ഇപ്പോൾ പെർജറി കേസിൽ പ്രതിയാണ്. അത് പോലീസിനും പോലീസിനും മജിസ്ട്രേറ്റിനും, അതായത് അന്ന് 164 അല്ല, ആ സെക്ഷൻ മാറ്റി 2025 ജൂലൈ 1-ാം തീയതി BNS നൽകുന്നു. BNS SS അപ്പൊ മനസ്സിലായി, കേട്ടോളൂ. മജിസ്ട്രേറ്റിനോടും പോലീസിനോടും നുണ പറഞ്ഞ കേസിൽ പ്രതിയാണ്.
അപ്പൊ മനസ്സിലായല്ലോ, കാര്യങ്ങളെ കിടപ്പ് മനസ്സിലായല്ലോ. അയാൾ സിനിമാ തിയേറ്ററിൽ നിന്ന് സിഗരറ്റ് വലിച്ച കേസിൽ പ്രതിയല്ല, പബ്ലിക് പ്ലേസിൽ നിന്ന് സിഗരറ്റ് വലിച്ച കേസല്ല പേരിലുള്ളത്, പെർജുറിയാണ്. മജിസ്ട്രേറ്റിനോട് പോലീസിനോട് നോളോ. ഇനി അടുത്ത പറഞ്ഞുതരാം. ഒന്ന് മിണ്ടാതിരിക്കൂ. ഇനി രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിദ്ധരാമയ്യയുടെ കാലത്താണ് സംഭവിച്ചത്. ഒന്ന് പറയുന്നു. വെറുതെ അല്ല ഇയാള് കർണാടകത്തിലേക്ക് പോയത്. വെറുതെ അല്ല ഇയാള് കർണാടകത്തിലേക്ക് പോയത്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത കേസാന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് കർണാടകത്തിലേക്ക് പോയത്. ഒന്ന് മിണ്ടാതിരിക്കൂ. അപ്പോ ഇയാള് പെർജുറി കേസിൽ പ്രതി. ഒന്ന്. രണ്ട്, നേരത്തെ നിങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു സിദ്ധരാമയ്യയുടെ കാലത്ത്, കാരണം സിദ്ധരാമയ്യയുടെ കാലത്താണ് അന്വേഷണം CBIക്ക് കൈമാറുന്നത്, സത്യമാണ്. അപ്പോ 2012 നടന്നെങ്കിലും സിദ്ധരാമയ്യ 2013 ഏപ്രിൽ വന്നതിന് ശേഷം അത് തീവ്രമാവുന്ന, രൂക്ഷമാവുന്ന, അങ്ങനെ CBIക്ക് കൈമാറുന്നത്. ആ വിദ്വാനെ കോടതി ശിക്ഷിച്ചു, സെഷൻസ് കോടതി ശിക്ഷിച്ചു. അവനെ ജാമ്യത്തിലെടുത്തു ഇപ്പൊ 6 കൊല്ലത്തിന് ശേഷം. അതിപ്പോ ഈ കേസിൽ പ്രതിയായ ആൾക്കാരാണ് ജാമ്യത്തിലെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിപ്പം എനിക്ക് കിട്ടിയ വിവരം അതാണ്. ഈ കേസുമായി ഇപ്പോൾ ഇവൻ ഈ ചിന്നയ്യന്റെ ബാക്കിൽ പ്രവർത്തിച്ച ചിലരാണ് ഈ സന്തോഷ് റാവുവിനെ പോയി ജാമ്യത്തിലെടുത്തത്. നോക്കൂ, അപ്പൊ അവരുടെ ദുരുദ്ദേശം നോക്കൂ. അവർ ഒരു കേസിൽ കോടതി ശിക്ഷിക്കപ്പെട്ട് പ്രതിയെ ഹൈക്കോടതി പോയി ജാമ്യം എടുത്ത് കൊണ്ടുവന്നിട്ട് പുതിയ കേസ് ഉണ്ടാക്കുക. അപ്പൊ എത്ര എന്താ പറയാ കുൽസിത ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഇവരൊക്കെ പെർജുറി കേസിൽ പ്രതിയായി. ഈ 6 ആൾക്കാരും പെർജുറി കേസിൽ പ്രതിയാ. എന്താ പെർജുറി ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇതിന് നമ്മൾ തർക്കിച്ച് സമയം കളയേണ്ട അനിൽ നമ്പ്യാരെ. കർണാടകത്തിലെ കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോ സീനിയർ IPS ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കേസാണ്, അവരാണ് അന്വേഷിക്കുന്നത്. ഇനി ഇത് കർണാടകത്തിലെ പോലീസ് തീരുമാനിക്കട്ടെ, കോടതിയും പോലീസും. നമ്മൾ ഇവിടെ ഈ വിനോദ് മേക്കോട്ടിനെ പോലുള്ള ആളുകൾക്ക് പണ്ടാരോ പറഞ്ഞതുപോലെ ഇവർക്ക് അരി എത്ര ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നാണ് പറയുക. ഇപ്പൊ ഇവര് ഏതോ ലോകത്തെ ജീവിക്കുന്നത്. ഇവരോടൊന്ന് തർക്കിച്ചിട്ട് നമ്മുടെ ഊർജോ സമയമോ കളഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും കർണാടക കോടതി തീരുമാനിക്കട്ടെ. പോലീസ് അതിൽ ഇപ്പൊ അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. വിനോദ് മേക്കോട്ടെ സൂക്ഷിച്ചോ, ചിലപ്പോ നിങ്ങളെ തെരഞ്ഞ് അവര് വരും. അന്ന് ഞാൻ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വിവരം എന്താ പറയാ കുഴപ്പത്തിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ മോശം ബുദ്ധി തോന്നിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്ര ഇപ്പൊ ഞാൻ പറയുന്നു. അതെ അതെ, നന്നായി. എന്തായാലും ഓക്കെ വക്കീലെ. ഈ ലോകത്ത് വെച്ചിട്ട് 80% ആൾക്കാർക്ക് ഇതൊരു ഷഡ്യന്ത്രം, ഇത് കള്ളത്തരന്നില്ല മനസ്സിലായി ജനങ്ങൾക്ക്. എന്നെ കാനൂനും പിന്നെ പോലീസും SIT അത് ചെയ്യുന്നുണ്ട്. SIT വിട്ടോട്ടെ, SIT ഇവര് തന്നെ കൊണ്ടുവന്നതാണ്. ഇവര് തന്നെയാണ് പ്രണവ് മൊഹന്തിനെ കൊണ്ടുവന്നത്. ഇവരെ സംഗതി എന്നെ കംപ്ലീറ്റ് ഇപ്പൊ SITക്ക് അറിയാം. SIT കൊടുത്ത റിപ്പോർട്ടിൽ ഉണ്ടാവും, എന്നെ മുന്നോട്ടിലെ റിപ്പോർട്ടിലും വരും. പക്ഷെ സത്യം എന്തെന്ന് 80% ആൾക്കാർക്ക് മനസ്സിലായി. ഇനി 20% പോത്ത് ജാതികളുണ്ട്. ഈ മനുഷ്യരിലും ഓരോരു ജാതിയില്ലേ, പോത്ത് ജാതി. ആ പോത്ത് പോലത്തെ ജാതി മനുഷ്യന്മാർക്ക് ഈ സത്യം മനസ്സിലാക്കാൻ പറ്റൂല. കാരണം അവർക്ക് ഇതെന്നും തീരാൻ പാടില്ല. ഒരു നിത്യത്തൊഴില്, ചിലവരൊരു നിത്യത്തൊഴില്, ഹോട്ടലിൽ പണിയെടുക്കുന്ന ഹോട്ടലിന്റെ അവന്റെ തൊഴില്, കൃഷി ഉണ്ടാക്കുന്നവന് കൃഷി തൊഴില്, കളി ഉണ്ടാക്കി സൃഷ്ടിച്ച് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം വെച്ചിട്ട് അതിനോടില്ല അതിനെ തിരിച്ചും മറിച്ചിട്ടുണ്ടാക്കുന്ന അങ്ങനത്തെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വിഭാഗങ്ങൾ കേരള സാരി. ഈ കേരള സാരി സത്യമല്ലേ? ഈ കേരള സാരി എന്തിനിവര് സൃഷ്ടിച്ചു? എന്തിനു പറഞ്ഞ് ഇവിടെ ഒരു അനന്യുണ്ട്. അനന്യനെ പോലെ കേരളത്തിന്റെ സാരിയിൽ കുറെ പെണ്ണുങ്ങളെ ശവങ്ങൾ കിട്ടിയാല്, പുഴക്കര അല്ലേ, ധർമ്മസ്ഥലം പുഴക്കര 100 കൊല്ലം ഇല്ലതല്ലേ? എത്രയോ ആള് മരിച്ചവര്, ചിലപ്പോ ശക്തി ഇല്ലാത്തവർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ശവങ്ങൾ കിട്ടിയാൽ മതി. ഇവരൊരു ഗ്രൂപ്പ് സമരമായിട്ട് ഗ്രൂപ്പായിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റൊന്ന് കേരളത്തിന്റെ ശവത്തിന് ഒരു ഒരു ആക്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാലോ. ജസ്റ്റിസ് ഫോർ കേരള സാരി, ജസ്റ്റിസ് ഫോർ അനന്യ, ജസ്റ്റിസ് ഫോർ സൗജന്യ, ഇങ്ങനെ പലത് ചെയ്ത് പോവാലോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. സത്യം അറിയും എന്നല്ലെങ്കിൽ നാളെ ഞാൻ പറയാം 80% ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ശുദ്ധ കളി. ശ്രീ ചന്ദ്ര, ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഇവരെ ഒന്നും ഇനി അങ്ങോട്ട് അടുപ്പിക്കരുത് കേട്ടോ, അടിച്ച് ഓടിക്കണം. ജനങ്ങൾ ചെയ്തു. ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കർണാടകയിലെ ഈ ഗവൺമെന്റ് നടക്കുന്ന DCM തന്നെ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം അയാൾ ആവർത്തിച്ചിട്ടുണ്ട്. അയാൾക്ക് തന്നെ ബേജാറുണ്ട്, ഇതൊരു ഷഡ്യന്ത്രമാണ്,
ഇതൊരു ഗൂഢാലോചനയിൽ പെട്ടതാണ്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെടുന്നു. അയാൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് MLA മന്ത്രി സഭാനായ കോൺഗ്രസ് MLA മറ്റേ ഇയാള് വേളൂർ MLA പറഞ്ഞിട്ടുണ്ട്. വേളൂർ MLA പറഞ്ഞ് വെടിവെക്കാനാ പറഞ്ഞത്. അതുപോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കർണാടക മുൻ മന്ത്രിയായ BJP ജനാർദ്ദന റെഡ്ഡി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു IAS ഓഫീസർ ശശികാന്ത് സെന്തിലും ഇതിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പറഞ്ഞത്. അവസാനം ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയല്ല പല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സത്യം ജയിക്കും. സത്യത്തിന് സത്യം തന്നെയല്ലേ? സത്യത്തിന് 16ആണ്. 80% ജനങ്ങൾ മനസ്സിലാക്കി. 80% ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 20% അതായത് ഒരു മൃഗസ്വഭാവം, ഒരു പോത്ത് ജാതികൾക്ക് മനസ്സിലാവില്ല. അത് നാളെയും മനസ്സിലാവില്ല, മറ്റൊന്നും മനസ്സിലാവില്ല. അത് അങ്ങനെ തന്നെ പോകും. അതെ, അത്രയേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് തിരികെ വരാം.